ഇതെന്നതാ ഇത്? എന്നാ മാമ? ആ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വോയിസ് ഓഫ് സേവയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു പുലാവ് റൈസ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുലാവ് റൈസാണ്. എൻ്റെ തേജിക്കുട്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഡേക്കെയർ അമ്മ. അവൻ ഡേക്കെയറിൽ പോയിക്കൊണ്ടിരുന്നപ്പം അമ്മ പെട്ടെന്ന് അവൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് അവൻ്റെ ഭാഷയിൽ ഡേക്കെയർ അമ്മാമെന്ന് പേര് വന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡേക്കെയർ അമ്മാപ്പത്തിന് വീടിൻ്റെ പോവാം. പുലാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് റോസ് കൈമ അരിയാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതിലേക്ക് കുറച്ച് നെയ്യും ഉപ്പും കൂടി ഇട്ട് നമുക്കൊരു പകുതി വേവായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്കുള്ള വെജിറ്റബിൾസ് നമുക്കറിയാം. ക്യാരറ്റും ബീൻസും ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് എല്ലാം അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചതയ്ക്കാം. അപ്പോൾ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പയിൽ വെച്ചിട്ട് ആ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് അതിലേട്ട് ഒഴിച്ച് ഇനി നമുക്ക് എണ്ണ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 കറുവപ്പട്ടയുടെ കഷ്ണവും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി കഴിഞ്ഞിട്ട് അതിലായിട്ട് നമ്മുടെ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ വെച്ച വെജിറ്റബിൾസും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാവേ. വെജിറ്റബിൾസ് നല്ലോണം വഴലാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾസ് നല്ലോണം വഴണ്ട് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇപ്പം ഏകദേശം വഴണ്ടൊക്കെ വരാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. അപ്പോൾ ഇളക്കി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കണ്ടേ, ആവശ്യത്തിന് ഉപ്പ് മതി. ഉപ്പ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു മീഡിയം ടൈപ്പായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറിന് ഉപ്പിട്ടത് കാരണം വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ലോണം കട്ട പിടിച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ചോറ് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഓവറായിട്ട് വെന്തൊന്നും പോവില്ല. നമ്മൾ പാകം വേവാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ദമ്മിനുള്ള പരിപാടി നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ചോറൊക്കെ ഇട്ട് ഒരു ലെവലാക്കിയിട്ട് നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തെങ്കിൽ ആ ചീനച്ചട്ടിയുടെ ഒരു ചൂടില്ലേ, അത് കാരണം വെജിറ്റബിൾസ് ഒന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ ബേ ലീഫ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ബേ ലീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇത് വരട്ടിയപ്പോൾ കുറച്ച് നെയ്യ് ഇട്ടിട്ടുള്ളൂ, അത് കാരണം നമ്മൾ പുതിയ നെയ്ക്കുപ്പി പൊട്ടിച്ച് കുറച്ച് നെയ്യും കൂടി ഇട്ടു. ഇനി നമ്മൾ ആ ചോറിൻ്റെ മേളിലോട്ട് ഓരോരോ ലെയറായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില പുതിനയില ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് മല്ലിയില ഇല്ലാത്തത് കാരണം നമ്മൾ ഇടുന്നില്ല. നമുക്ക് 5 മിനിറ്റ് അടച്ചു വെക്കാം. സമയം ഉണ്ടെങ്കിൽ മാത്രം അടച്ചു വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പം ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം അതിൻ്റെ മേളിലോട്ട് ഇച്ചിരിയും കൂടെ നമ്മൾ ഇട്ടിട്ട് നമുക്ക് മൂടി അങ്ങോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഓരോരോ ലെയറായിട്ടാണ് ഇടുന്നത്. ആദ്യത്തെ ലെയർ ചോറ്, പിന്നെ വെജിറ്റബിൾസ്, ചോറ്, വെജിറ്റബിൾസ്,
ഇങ്ങനെ ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടിട്ട് പോണത്. ഇപ്പൊ നമുക്ക് സമയമുള്ളത് കാരണം മാത്രമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസും ചോറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റിന് വലിയ വ്യത്യാസമില്ല, വേറെ ഒന്നിനും വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് സമയമുള്ളത് കാരണം ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ലെയേഴ്സ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പൊ നമ്മള് ദം ബിരിയാണി പൊട്ടിച്ചു. നല്ല മണം വന്നിട്ടു. അത് പൊട്ടിച്ചപ്പോ തന്നെ ആ നെയ്യുടെ ആ വെജിറ്റബിൾസിന്റെ ഒക്കെ മണം നല്ല രീതിക്ക് വരുന്നുണ്ട്. ഹായ്, ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്ററിനൊക്കെ ഒന്ന് കൊടുത്തു നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ടെസ്റ്ററിന് കൊടുക്കാൻ പോയാലോ? ഇത് എന്നതാ ഇത്? എന്നാ മാമ? എന്നാ കഴിച്ചോ? ഇഷ്ടായോ കൊച്ചിനെ? എന്നതത്? അതെന്നാ മാമ? ഓ, കൊച്ചിന് ഇത്താണോ? എങ്ങനെയുണ്ട് ടേക്കറ മാമ? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? പൂപ്പറാണോ? നിങ്ങൾ കണ്ടില്ലേ, ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് റൈസ് ആണിത്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.